അപ്പൊ ചേട്ടാ നമ്മള് വിശേഷങ്ങളോട് കടക്കുമ്പോൾ ഈ കൈരളിയായിട്ട് എന്തെങ്കിലും ബന്ധം? മാനസികമായിട്ടുള്ള ബന്ധമുണ്ട്. അതെന്താണ് ബന്ധം? ആ ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ പ്രോഗ്രാംസുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ഓരോ ആളുകളുമായിട്ടുള്ള ഞാൻ അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കണക്ഷൻ. ഏതെങ്കിലും ചാറ്റ് ഷോസോ അങ്ങനെയൊക്കെ ചേട്ടൻ ഇഷ്ടംപോലെ ഷോസ്. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ റിയാലിറ്റി ഷോ, കോമഡി റിയാലിറ്റി ഷോ തുടങ്ങിയപ്പോൾ അതിനകത്ത് ജഡ്ജായിട്ട് ഞാൻ വന്ന് ജോയിൻ ചെയ്തിട്ട് എനിക്കൊരു ഏകദേശം 300 എപ്പിസോഡ്. അതിനകത്ത് പലവരും മാറി മാറി വന്നു, പക്ഷേ ലാസ്റ്റ് വരെ ഞാനുണ്ടായിരുന്നു. അത് എനിക്ക് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്താ കൈരളിയോട് ഒരു പ്രത്യേക അടുപ്പും കാര്യങ്ങളും. അപ്പൊ എന്തായാലും കൈരളിയിൽ ഇനി പ്രത്യേക അടുപ്പം ഇല്ലാത്തവരാണെങ്കിൽ പോലും വ്രതം എന്ന പരിപാടിയിൽ വരുമ്പോൾ നമ്മൾ നിങ്ങളെ നമ്മുടെ സ്വന്തക്കാരായിട്ട് മാറ്റുന്നു. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തെങ്കിലും കൊടുക്കൂ? അത് നമ്മൾ ലാസ്റ്റ് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്. അപ്പൊ പറയും ഇതായിരുന്നു അങ്ങനെ. അപ്പൊ പറയും റീമി വേറെ ഒന്നും വേണ്ട, ഇത് തന്നെ മതി, ഇത് തന്നല്ലോ എന്നോർത്ത് നിർവൃതിപ്പെട്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ചിട്ടാണ് ഇവിടുന്ന് എല്ലാ ഗസ്റ്റുകളും പോകാറുള്ളത്. അത് എന്തായിരിക്കും സമ്മാനം? ആനന്ദാശ്രുക്കൾ. അപ്പൊ അതെന്തായാലും കാത്തിരുന്ന് നമുക്ക് കാണാം. ഒരു കലാകാരനെ ഓർത്തു വെക്കാൻ ഒരുപാട് അനുഭവങ്ങളുണ്ടോ, പക്ഷെ പെട്ടെന്ന് വയ്ക്കുമ്പോ ഒന്നും കാണിയല്ല അല്ലെ? പക്ഷെ ചേട്ടൻ എന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടിയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയോ അനുഭവങ്ങൾ പറയാൻ. ആരും ഉപദ്രവിക്കാന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അനുഭവങ്ങളിൽ ഞങ്ങൾ ഇപ്പോഴും പലവരും കാണുമ്പോൾ ചർച്ച ചെയ്യുന്നൊരു വലിയ അത് കോമഡിയാണ്, ട്രാജഡി ആണോ, എന്താന്ന് സംഭവിച്ചതെന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന ചില അങ്ങനെ ഒരു അനുഭവങ്ങളുണ്ട് നമുക്ക്. പക്ഷെ പിന്നീട് ഞങ്ങൾ കുറേ പൊട്ടിച്ചിരിച്ച ഒരു കാര്യമാണ്. പക്ഷെ അതുവരെ ദൈവമേ ജയിലിൽ പോവോ എന്ന് തോന്നുന്ന ഒരു സംഭവം. നമ്മൾ അമേരിക്കൻ ഷോ പ്രോഗ്രാം കഴിഞ്ഞു. നാദിർ ഷാ, ഞാൻ, ടിനി ടോം, നമ്മുടെ പക്രു എല്ലാവരും ഉണ്ട്. ഇത് കഴിഞ്ഞ് ഒരു മാസത്തെ ഷോ കഴിഞ്ഞ് വരുന്ന കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വരിക, പരിപ്പ് കറി, ചമ്മന്തി, ഇതൊക്കെ മനസ്സിൽ വെച്ച് വരും. ആവേശമാണ്. അതുവരെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കഴിക്കുന്ന ചിക്കനും കാര്യങ്ങളൊക്കെ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ വരുന്നത് റെഡിമെയ്ഡായിട്ട് വരുന്ന നമ്മുടെ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞ് വരുന്നൊക്കെ അറിയാലോ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ ആവേശങ്ങളും കാര്യങ്ങളായി വന്ന് ഞങ്ങൾ പർച്ചേസിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ബിനു എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ട്, എനിക്കറിയാവുന്ന ആളാണ്. അങ്ങനെ ഒരു മാസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ഇവൻ ശരിക്കും പെറ്റായി. നമ്മളെ സംബന്ധിച്ചാൽ ഇവൻ അവിടെ ജോലിയാണ്. ഇവൻ എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ വിടില്ല. ബിനു ഇത് എയർപോർട്ടിൽ എന്ത് സെക്യൂരിറ്റി, ഞങ്ങൾ സെക്യൂരിറ്റി വരെ അവർക്ക് വരാം, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ. ഇല്ല നവാസ ടിനി എന്ന് പറയും. കറിയാണ് വൻ കാര്യം പറഞ്ഞു ഇട്ടാ പോട്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ തട്ടിയ സംഭവമായി. അറിയാം നമ്മൾ കൂടുതൽ ബീനു ആരാന്ന് കൂടുതൽ ഇതാക്കണ്ട. അപ്പം അവന് കാണുമല്ലോ എന്തായാലും. അപ്പം പോട്ടെന്ന് കരഞ്ഞ് ഇവനും ഭയങ്കര സംഭവമാണ്. ഒരു പൊതി തരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഉരുണ്ട് ഒരു സംഭവം അമ്മച്ചിക്ക് കൊടുക്കണം, അമ്മച്ചിക്ക് ഏൽപ്പിക്കണം. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ആ കയറുന്നതിന് മുമ്പ് തന്നെ പൊതി തരുന്നു. പോട്ടെ ഏൽപ്പിക്കുക. ഞാൻ ചെന്ന രാവിലെ തന്നെ നമ്മൾ ഏൽപ്പിക്കാം. ടീനി ഇടയിൽ ഏൽപ്പിക്കുക. ടീനിയാണ് തൊട്ടടുത്ത് താമസിക്കുന്നത്. ഏൽപ്പിച്ചു. സെക്യൂരിറ്റി നമ്മൾ സംഭവം കഴിഞ്ഞു കയറി. അപ്പോൾ ഇവൻ ഇങ്ങനെ നോക്കണ്ട അവിടെ നിന്നിട്ട് ഭയങ്കര ഇവന് പിന്നെയും ഇവൻ വിടുന്നില്ല. ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഞങ്ങൾ മാറ്റി അവനെ. അപ്പോൾ ഇവന് ക്ലാസ്സിൻ്റെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ചെന്നു സ്ക്രീൻ ചെയ്തു വന്നു. ഹോസ്റ്റേഴ്സ് പാക്കറ്റ് എടുത്തു അവിടെ നിന്ന്. ഹോസ്റ്റേഴ്സ് ഇറ്റ്സ് മൈൻ ടിനി പറഞ്ഞു. ഓക്കെ വാട്ട് ദിസ്? ഇപ്പം എന്താണെന്ന് നമുക്കറിയില്ലോ ഇതിനകത്ത്. ഗിഫ്റ്റ്. വാട്ട് ഗിഫ്റ്റ്? ഷോ സോപ്പൻ നമ്മളെ കൊണ്ട് കെട്ടായി. അപ്പം മറ്റവൻ അവിടെ നിന്നിട്ടേ ബിനു അവിടെ നിന്നിട്ട് എന്താ ഉപയോഗിക്കണ എന്നുള്ള ഒരു എക്സ്പ്രഷൻ അയച്ച് തരുന്നു. നൈഫ്, ഒരു 5-6 കത്തി, പിന്നെ വേറെ ദിങ്ങളിരിക്കണ ഒരു സാധനം കമ്പിയുടെ മുകളിൽ തന്നെ വളച്ചിട്ട്. ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല അങ്ങനെ തന്നെ കുത്താനുള്ള, ശരിക്കും ഒരാളെ പിടിച്ച് കുത്താനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കത്തികളും കാര്യങ്ങളൊക്കെ. ഗിഫ്റ്റ്. അപ്പം ഇത് തുറന്നപ്പോൾ നമുക്ക് ഇനി ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഗവ് മൈ ഫ്രണ്ട് ഗിഫ്റ്റ് ഹീസ് ദെയർ എന്നോട്ട് കാണിച്ചു. അപ്പോൾ അവൻ അവിടെ നിന്നുണ്ടേ 2 പേരുടെ മറവിൽ ഒരാൾ ഇങ്ങനെ പോണ്. ഞാൻ നോക്കുമ്പോൾ ബിനു ഇങ്ങനെ പോവാ. അവനല്ലേ ചൂണ്ടിക്കാണിക്കണത്. ഹീസ് ദെയർ, യു cannot come here. Okay you go back. എന്നിട്ട് 5-6 പേരെ അങ്ങോട്ട് മാറ്റി നിർത്തിയാണ്. സാർ ആർ യു ടെററിസ്റ്റ്? അപ്പം ഇവൻ്റെയൊക്കെ എന്തൊക്കെ കൃതാവ് വന്നിട്ടുണ്ട്, ബുൾഗാൻ വെച്ചിട്ടുണ്ട്,
ശരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ഒരാളായിട്ട് തോന്നുകയും ചെയ്യും ടീനെ കാണുമ്പോൾ നോ സാർ വി ആർ ആർട്ടിസ്റ്റ് ഫ്രം ഇന്ത്യ, ബാക്ക് 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 എന്നിട്ട് ഞങ്ങൾ 5 പേരെ മാറ്റി നിർത്തി. യുവർ ടീം ലീഡർ ഷുവർ ഇയാളൊരു ചിരി അങ്ങോട്ട് ചിരിച്ചിട്ടേ ഞാൻ മറ്റൊക്കെ മറന്നുപോയി പുള്ളി. തരം നോക്കി അവൻ പോക്കി പുറത്താക്കിയിട്ടവൻ സ്റ്റാർട്ടാക്കി. Who's the team leader? I'm here, sir. ആരാ? Where? Here. പക്രു താഴെ കൈയ്യാട് ഇങ്ങനെ നോക്കിയിട്ട് കാണാനില്ല. അപ്പൊ യുവർ ടീം ലീഡർ ഷുവർ ഇയാളൊരു ചിരി അങ്ങോട്ട് ചിരിച്ചിട്ടേ ഞാൻ മറ്റൊക്കെ മറന്നുപോയി പുള്ളി. ഏത് ആദ്യം ചോദിച്ചതും കത്തിയൊക്കെ മറന്നു. ഓക്കെ ആർ യു പെർഫോമർ? ഓക്കെ ഷോ മീ എനിത്തിങ്. അപ്പോൾ എയർപോർട്ടിൽ ആദ്യമായിട്ട് ട്രെയിൻ വരികയാണ്. പക്രുവിൻ്റെ ട്രെയിൻ ഉണ്ടല്ലോ, ഇയാളങ്ങോട്ട് ചിരിച്ച് ഭയങ്കര സംഭവമായി. ഓക്കെ 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 നോ പ്രോബ്ലം. അതായത് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വിസയ്ക്ക് ഒരു പ്രോബ്ലം വരരുത്. ഇവനെ കാണിക്കുന്നതാണൊക്കെ പ്രോഗ്രാമിന് പോകുന്നവരാണെന്ന് തോന്നാൻ വേണ്ടി പെട്ടെന്ന് വിസ അടിച്ച് കിട്ടാനൊക്കെ ആയിട്ട് ആദ്യമേ ഞങ്ങൾ പക്രുവിനെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ. അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മാറ്റർ തന്നെ പുള്ളി മറന്നുപോയി. ഓക്കെ ഓക്കെ നോ പ്രോബ്ലം ഗോ എന്നൊക്കെ പറഞ്ഞ് കത്തി എടുത്ത് നേരെ ബോക്സിലിട്ട്. അപ്പം മറ്റൻ കത്തി അമ്മച്ചി ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പൊക്കെ പോയി. ഞങ്ങളെ ഇടങ്ങാറാക്കിയല്ലേ. പിന്നെ ആ കെട്ടിപ്പിടിച്ചും കരഞ്ഞതൊക്കെ പോയിട്ട് വേറെ പൊക്കോളാമല്ലേ. അങ്ങനെ ഓർക്കാൻ എന്തെല്ലാം കാര്യങ്ങളല്ലേ. ഇതിപ്പോ നിങ്ങൾ ലാസ്റ്റ് പോയി വന്ന ഒരു ട്രിപ്പിന്റെ കാര്യം അങ്ങനെ പറയാനാണെങ്കിൽ എന്താ പറയാ മാസങ്ങളും ആഴ്ചകളും എടുത്ത് പറയാൻ ഓരോരോ രസകരമായ കാര്യങ്ങളാണ്. ചേട്ടൻ ഇപ്പൊ മിമിക്രി അവതരിപ്പിച്ചാൽ സ്റ്റേജിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആവശ്യം മൂത്ത് ആരാധന മൂത്ത് ഒരു ഫാൻ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോകുമ്പോൾ നല്ല സമ്മാനങ്ങളൊക്കെ ചേട്ടന് തന്നിട്ടുണ്ടോ? അങ്ങനെ ഓർത്ത് വെക്കാൻ എല്ലാവരും പഠിച്ചല്ലോ ഈ സമ്മാനങ്ങൾ കൊടുക്കാൻ. എല്ലാവരും പഠിച്ചു. ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടുന്ന എനിക്ക് ഒരു ഖത്തർ ഷോക്ക് ഇതുപോലെ ഒരു മാപ്പിളപ്പാട്ട് പാടിയിട്ടൊരു നോട്ടുമാല കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ഒറ്റ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ കേട്ടോ മാപ്പിളപ്പാട്ട്. അതിലോട്ടാണ് ഞാൻ വന്നത്. ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാൻ നവാസിക്കയിൽ നിന്നും ഒരുപാട് പ്രേക്ഷകർ, നമ്മുടെ ഗൾഫ് പ്രേക്ഷകർ ഒത്തിരി. കാരണം മാപ്പിളപ്പാട്ട് പാടുന്നവർ ആരും ഇല്ലല്ലോ കേരളത്തിൽ. അല്ല, നവാസിക്ക വരുമ്പോൾ അവരെ സംതൃപ്തിപ്പെടുത്തുന്ന. അപ്പൊ അതിൽ നമുക്കൊരു ചേഞ്ച് ഉള്ള പാട്ട് പാടാം. ഇത് ഈ പാട്ട് എഴുതിയത് മിമ്മിക്കാണ്, കൊച്ചിൻ മിമ്മി. അപ്പോ അതിന്റെ ഒരു ട്യൂണാണത്. അപ്പോൾ ഇദ്ദേഹം എനിക്ക് പാരഡി എഴുതിയില്ല. പിന്നെ ആദർശ് നന്നായിട്ട് പാരഡി എഴുതുന്നതാണ്. നമ്മൾ കുറേ പ്രോഗ്രാംസ് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ മിമ്മിക്ക് എഴുതിയതിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ ഭയങ്കര ഒരു മീറ്റർ കറക്റ്റായിട്ട് തോന്നിയൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ മിമിക്കാട് പറഞ്ഞു, മിക്ക ഞാൻ പല സ്റ്റേജിലും അത് പാടിയിട്ടുണ്ട്. നല്ല പഞ്ചുള്ളൊരു സോങ്ങാണ്. ഒരു കവാസക്കി എന്ന് പറഞ്ഞിട്ടൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അത്, പക്ഷെ അത് ഇപ്പോൾ അങ്ങനെ ഇറങ്ങുന്നത് കുറവാണ്. കവാസക്കി എന്ന് പറഞ്ഞ ബൈക്ക് ഓടിക്കാൻ അറിയാത്ത ഒരുത്തൻ ഈ ബൈക്ക് എടുത്ത് പോവാണ്. പോയിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് ഈ പാട്ടിൽ പറയുന്നത്. അപ്പൊ റസാഖ് എന്ന് പറഞ്ഞ ആളുടെയാണ് ഈ കവാസാക്കി. റസാഖ് എന്ന് പറഞ്ഞ ആളറിയാതെ അയാളുടെ കവാസക്കി ഇവനെടുത്ത് പോയേക്കാണ്. അതാണ് പാട്ട്. തരം നോക്കി അവൻ പോക്കി പുറത്താക്കിയിട്ടവൻ സ്റ്റാർട്ടാക്കി. റസാക്കിൻ്റെ കവാസാക്കി ഒരമ്പോക്കി ഹലാക്കാക്കി. തരം നോക്കി അവൻ പോക്കി പുറത്താക്കിയിട്ടവൻ സ്റ്റാർട്ടാക്കി. ചാടി സൂപ്പാക്കി തെക്കടക്കണ്ണ് താഴെ രണ്ടാക്കി. വെളിവില്ലാതെ സ്പീഡാക്കി അവനെങ്ങോട്ടോ കണക്കാക്കി. തോടും ചാടി സൂപ്പാക്കി തെക്കടക്കണ്ണ് താഴെ രണ്ടാക്കി. റസാക്കിൻ
അത് രസമായി നവാസ്ക. അപ്പൊ ഒത്തിരി സന്തോഷം. പിന്നെ ഞാൻ പാടാണ് അപ്പൊ അവള് കിതപ്പ് മാത്രം ഇട്ട് പിന്നെ നവാസ്കയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാൻ തോന്നുന്നത്, നമ്മൾ വരുന്ന ഭർത്താവിനൊക്കെ ആണെങ്കിൽ ഒരു ഭാര്യയെ പറ്റി അവർക്കൊരു പാട്ട് കൊടുക്കുന്നൊക്കെ ഇവിടെ ഒരു പതിവാ. ചേച്ചി പാടുവോ? രഹനത്തത്തെ പാടുവോ? അതേ ഷോസ് എന്നെ ഭയങ്കര വിദഗ്ധമായിട്ട് അതിനാ സസ്പെൻസ് ഞാൻ കളയുന്നില്ല, അത് പറയാം. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നല്ലോ, ആവശ്യമില്ലാത്ത കാര്യമാണല്ലോ. അത് നിങ്ങളുടെ ലവ് മാരേജ് അല്ലായിരുന്നോ? ആവശ്യമില്ലാത്തതോ? ലവ് മാരേജ് അല്ലായിരുന്നോ? എന്താണ് അത്? അങ്ങനെ നടന്നിട്ടില്ലേ? അല്ല, ഞാനത് ആലോചിക്കുന്നത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് എപ്പോഴും ലവ് മാരേജ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആരും വിശ്വസിക്കില്ല. പറഞ്ഞു ഞങ്ങൾ ഫാമിലിയായിട്ട് നേരത്തെ അറിയാമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത് അങ്ങനെ ഒന്നൊരു പ്രപ്പോസലാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പിന്നെ ഞങ്ങൾ തന്നെ പറഞ്ഞു വേണ്ട വിശ്വസിക്കുക, നമ്മൾ ഓരോ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, നമുക്ക് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ഒരു സംഭവം കിട്ടി, ഞങ്ങൾ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചു. പിന്നെ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ, പ്രൊഫഷനെ കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. എനിക്ക് എൻ്റെ പ്രൊഫഷനിലാത്ത ഒരു രീതിയിൽ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും, കാര്യം നമ്മുടെ പ്രൊഫഷണലായിട്ട് ഒരു ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അതുമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ വലിയ സംഭവം. അപ്പോൾ എൻ്റെ ഏറ്റവും എൻ്റെ അതിനിടയ്ക്ക് ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരേ ഫീൽഡിൽ നിന്നുള്ള ആളുകളെ മനസ്സിലാക്കാൻ പറ്റും. ഒന്നിച്ച് ഇത്രയും ജീവിതം ഇത്ര കാലം പോകുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ട് ചേരുന്ന ഒരാളെ തന്നെ ദൈവം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഫഷനിൽ നിന്ന് വന്ന ആളായത് കൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ പോലും അത് ഇങ്ങനെ ശ്രദ്ധിക്കണം, ഇങ്ങനെ ആവണം, ഈ സമയത്ത് എഴുന്നേറ്റ് കറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് വൈഫിന് ഹസ്ബൻഡ് പറയാറില്ലേ? അത് വിട്ടേ. അപ്പൊ എന്തായാലും ഇത്രയും സ്നേഹനിധിയായ ആ ഭാര്യയ്ക്ക് വേണ്ടി എന്ത് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും ആവശ്യപ്പെടാറുള്ള ഞാൻ അതിലൊരു പാട്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പാടിയെന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പാട്ട് തന്നെ നമുക്കിപ്പോൾ അതിൽ കൊടുക്കാൻ പറ്റും. പാട്ടിൽ പറ്റിച്ചൊരു സംഭവമുണ്ട്. പാട്ട് നവാസ്ക ഇപ്പോൾ ഇങ്ങനെയുള്ള പാട്ട് ഞാൻ ഭയങ്കര ടഫുള്ള പാട്ട് പാടാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഏത് പാട്ടാന്ന് വെച്ച് മണ്ണിൽ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ അപ്പോൾ പാടിക്കോ, ഞാൻ ഇടയ്ക്ക് കയറിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ തന്നല്ല എനിക്ക് വരികൾ അറിയില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും പാടുന്നില്ല, പാടിക്കോ പിന്നെ ഞാൻ പാടാണ്. അപ്പൊ അവള് കിതപ്പ് മാത്രം ഇട്ട് അപ്പൊ പറഞ്ഞു ഇത് അതിനകത്തുള്ളാണല്ലോ, അതുകൊണ്ടാണ് അറിയാന്നല്ലേ. അല്ല എന്നാലും പാടിയില്ലെങ്കിലും പുള്ളിക്കാരി പാട്ടിനും പാട്ടിലൊന്നും കറക്റ്റായിട്ട് അഭിപ്രായം പറയുകയും പാടും. അത് എനിക്ക് പറ്റിയ ചില ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ അതൊക്കെ പാടാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ പബ്ലിക്കിന്റെ ഇടയിൽ പാടാനൊന്നും താല്പര്യമില്ല എന്നുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞൊരു സമ്മാനം നമ്മള് വെറും വാക്ക് പറയാറില്ല. എന്തെങ്കിലും തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരും. ആരെങ്കിലും എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ അവിടെ? എന്തെങ്കിലും തരും എന്ന് പറഞ്ഞാൽ തരും. നെക്സസ് ഹോം അപ്ലയൻസസ് നൽകുന്ന ഒരു ഒന്നാന്തര ഇൻഡക്ഷൻ കുക്കറാണ് തരാൻ പോകുന്നത്. ചേച്ചി നന്നായിട്ട് പാചകം ചെയ്യുന്ന എനിക്കറിയാം. പാചകം ചെയ്യും, ബില്ലടയ്ക്കുന്ന ഞാനാണല്ലോ. അപ്പൊ ഈ ഗ്യാസിന് ഇപ്പൊ വില കൂടിയ സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ കറണ്ട് എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ട് നമുക്ക് എന്തും പാകം ചെയ്യാം. ഇനിയും പാടിപ്പിക്കുമോ എന്നൊരു ബുദ്ധിമുട്ട് വിചാരിക്കരുത്. പക്ഷെ എത്രത്തോളം പാടിപ്പാടിയിരിക്കാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എന്തായാലും കുറെ നാളെ ഇപ്പൊ നമ്മൾ റിതം 100ാമത്തെ എപ്പിസോഡൊക്കെ നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു. ഓരോരുത്തർക്കും അതിൻ്റെതായ സമയമുണ്ട്. ഇന്ന് ഈ ദിവസം ചേട്ടൻ ഇവിടെ വരേണ്ടതായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ പരിപാടിയായിട്ട് കൊച്ചു പരിപാടിയായിട്ട് സഹകരിച്ചതിന് ഒത്തിരി നന്ദി. അതിനു മുമ്പായിട്ട് ഒരു 4 പേര് നമുക്ക് രണ്ടു കൂടെ ഏതെങ്കിലും ഒരു പാട്ട് ഇഷ്ടപ്പെട്ട പാട്ട് പാടിയാൽ. തീർച്ചയായിട്ടും. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇതെൻ്റെ ഒരു കുടുംബം പോലെയാണ് കൈരളി. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ വരാവുന്ന സമയങ്ങളിലൊക്കെ വന്ന് അറ്റൻഡ് ചെയ്യുക ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇതിൻ്റെ പിന്നുള്ള ക്രൂസ് എല്ലാവർക്കും എൻ്റെ പ്രത്യേക താങ്ക്സ്.
இந்த குங்குமத்தை கரைச்சவளே நெஞ்சில் மஞ்சள் தேய்ச்சி குளுக்கையில் என்ன கொஞ்சம் பூசு தாயே ஓம் ஒரு சுக்குள் மணியாக என்ன கொஞ்சம் மாத்து தாயே ஊருக்கு சிறுத்தவளே இந்த குங்குமத்தை கரைச்சவளே நெஞ்சில் மஞ்சள் தேய்ச்சி குளுக்கையில் என்ன கொஞ்சம் பூசு தாயே ஓம் மனுக்கு மணியாக என்ன கொஞ்சம் மாற்று தாயே ஒரு கண்ணில் நீர் கசியா உதட்ட வடிவ சிற்கசியா உன்னால சில முறை இறக்கவும் சில முறை பிறக்கவும் ஆனது மழ அத்தோடு விழுந்ததில்ல அந்த அத்தோடு போவது போ நெஞ்சு உன்னோடுதான் பின்னோடுதே அடகான மருந்த காட்டு மரபு போகிறதே ஊருக்கு சிறுத்தவளே இந்த குங்குமத்தை கரைச்சவளே